മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട മൂന്നാം സീറ്റ് സംബന്ധിച്ച് തുടർ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഈ മാസം 9-നാണ് മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരുന്നത്. ഇതിനു മുമ്പായി നടക്കുന്ന UDF യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 9-ന് നടക്കുന്ന യോഗത്തിനു ശേഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് ചേർന്ന യോഗത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൽ വഹാബ് MP, MK മുനീർ MLA, KPA മജീദ്, അബ്ദുൽ സമദ് സമദാനി എന്നിവരും പങ്കെടുത്തു. ഇന്ന് ഞങ്ങൾ പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ദേശീയ സംസ്ഥാന വിഷയങ്ങൾ മുഴുവൻ വിലയിരുത്തി. പിന്നെ UDFനോട് പല പ്രാവശ്യമായിട്ട് നടന്ന ചർച്ചകൾ വിലയിരുത്തി. ഒന്നും വിലയിരുത്തായിരുന്നു, ഇത്ര സമയമെടുത്തത് അതുകൊണ്ടാണ്. ചർച്ചകൾ മുഴുവൻ വിലയിരുത്തി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞങ്ങൾ വിലയിരുത്തി. മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ ആൾറെഡി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന 2 മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കോഴിക്കോട് മുനിസിപ്പാലിറ്റി കോഴിക്കോട് അവിടെ കുറച്ച് സംഘടനാ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തു. അങ്ങനെ വളരെ വിശദമായി ഞങ്ങൾ ദേശീയ സംസ്ഥാന വിഷയങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. അല്ലാതെ സ്പെസിഫിക് അജണ്ട അല്ല. ആ കൂട്ടത്തിൽ നിങ്ങൾ ധരിക്കുന്ന പോലെ ഇത്രയും സമയം എടുക്കുന്നത് ഈ ഒരു വിഷയം മാത്രമല്ല. അപ്പോൾ UDF ആയിട്ട് പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ച ഞങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും സാദിഖ് അലി തങ്ങളും ഈ ചർച്ചയിലൊന്നും പങ്കെടുത്തിരുന്നില്ല. റിപ്പോർട്ട് ചെയ്തു, വളരെ വിശദമായി വിലയിരുത്തി. അതിപ്പോൾ ഇന്ന് അവസാനിച്ചു. ഇനി 9-ാം തീയതി കമ്മിറ്റിയാണ്. കമ്മിറ്റിക്ക് മുമ്പ് ഞങ്ങൾ ഇപ്പോൾ അവർ കൂടണമെങ്കിൽ വീണ്ടും കൂടും. മൂന്നാം സീറ്റ് സംബന്ധിച്ചുള്ളൊരു ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അല്ലാതെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ എത്ര സീറ്റിൽ മത്സരിക്കുന്നത്, അതുപോലെ തന്നെ അതിന് മറ്റെന്തെങ്കിലും വിശദാംശമുണ്ടോ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ UDF-നുണ്ടായ ചർച്ച ചെയ്തു. അത് വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചു. അതിന് മുമ്പ് ഇനി വേണമെങ്കിൽ UDF ഇനി സംസാരം വേണമെങ്കിൽ ഇനി നടത്തും. അതാണ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവരായിട്ടൊരു ഇൻട്രാക്ഷനും കൂടി വേണമെങ്കിൽ അതും ഞങ്ങൾ നടത്തും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ ഇനി നടത്തുന്ന അവരും പറഞ്ഞിട്ട് ഞങ്ങളും പറഞ്ഞു. 2 സീറ്റിൽ സ്ഥാനാർത്ഥികളെ ഞാൻ പറഞ്ഞില്ല, വർക്കിംഗ് കമ്മിറ്റി അധികാരപ്പെടുത്തിയതിനു ശേഷം തങ്ങൾ ആ വിഷയം പരിഗണിക്കൽ തുടങ്ങുള്ളൂ. അതിൻ്റെ അടുക്ക് ആ വിഷയം തന്നെ പരിഗണിക്കില്ല. അതാണ് ഞങ്ങളെ പ്രൊസീജിയർ. ഓക്കെ, നിങ്ങൾ ഏതാ മോളെ എന്നോട് പറയണം. അത് നിങ്ങൾ ഏതിനാണ് ഞാൻ പറയുന്നത്. അല്ല, അത് ഒരു കാര്യം തീർച്ചയാണല്ലോ, ഞങ്ങൾ തുടർ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. UDF-ആയിട്ട് തുടർന്ന് ഒന്നും കൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതൊന്നുമില്ല. UDF ഈ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ LDF അവിടെ പൂർത്തിയായി. അവിടെ ഒരു ഘടകകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ, സീറ്റില്ലാത്തോട്ട്. അങ്ങനൊന്നുമില്ല. ആവശ്യത്തിന് തർക്കമൊക്കെ അവിടെ ഉണ്ട്. അത്ര തർക്കം നമ്മുടെ ഇടയിലില്ല. ഇല്ല, അത് ഞാൻ മാത്രം പറയേണ്ട വിഷയമല്ല. നമുക്ക് ആലോചിക്കാം. സാധ്യത ഉണ്ട്. തുടർ ചർച്ചയ്ക്ക് സാധ്യത അല്ലേ? തുടർ ചർച്ചയ്ക്ക് സാധ്യത. അല്ല, 9-ാം തീയതി കോഴിക്കോട്ടല്ലേ മീറ്റിംഗ് ആണ്. തുടർ ചർച്ച ഉണ്ടെങ്കിൽ അത് മിക്കവാറും എറണാകുളത്ത് വെച്ചായിരിക്കാനാണ് സാധ്യത. കേരള കോൺഗ്രസിലുള്ള ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വിശ്വാസം 9-ന് മുമ്പ് എല്ലാ വിഷയങ്ങളും പരിഹരിക്കുന്നുള്ളതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യോഗത്തിന് എത്തിയിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഹായ്, ഇതെങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. ഇതെങ്ങനെയുണ്ട്?
എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ begins here.